നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. MES സെൻട്രൽ സ്കൂളിലെ സെവനീസ് പ്രോഗ്രാം വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂൾ സെക്രട്ടറി സലാം പി ലിലീസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ VP അധ്യക്ഷനായിരുന്നു. സ്കൂൾ ട്രഷറർ ജലീൽ കൈനിക്കര, വൈസ് ചെയർമാൻ റഷീദ് PA, വൈസ് പ്രിൻസിപ്പൽ ബെന്നി PT തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിച്ചു. സെക്കൻഡറി ഹെഡ്മാസ്റ്റർ മുജീബ് റഹ്മാൻ പരിപാടി നയിച്ചു. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം വരുത്തിവെക്കുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് കൗമാരക്കാരായ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിനെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചും സ്കൂൾ കൗൺസിലിംഗ് വിഭാഗം മേധാവി ഷാമില V പ്രത്യേക ക്ലാസുകൾ നൽകി. വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റും കരകൗശല വസ്തുക്കൾ, ഔഷധ സസ്യങ്ങൾ, കുട്ടികൾ വരച്ച ചിത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയുടെ എക്സിബിഷനും ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ ത്രേത സ്വാഗതവും സൂര്യദത്തൻ നന്ദിയും പറഞ്ഞു. അവരുടെ മറ്റ് കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം എന്ന നിലക്കാണ് ഈ സെവനീസ് എന്ന പ്രോഗ്രാം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂളിനെ സംബന്ധിച്ച് വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. ഇന്ന് 9ാം ക്ലാസ് 11ാം ക്ലാസിന്റെ ആനുവൽ എക്സാം ഒരു ഭാഗത്ത് നടക്കുന്നു. The things you look at will change. Greetings to all gathered here. I would like to welcome our most honorable Salam P. Lilis. Welcome, sir. Our Vice Chairman Rashid, sir. Welcome, sir. Our Treasurer Jaleel, sir. എല്ലാ വർഷവും നമ്മൾ 7ാം ക്ലാസ്സിലെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ആണ് സത്യത്തിൽ ഇങ്ങനെ സെവനീസ് എന്ന് പറഞ്ഞ് നമ്മൾ പേരിട്ടുകൊണ്ട് അവർക്കായിട്ട് നമ്മളൊരു ദിവസം മാറ്റി വെക്കുന്നുണ്ട്. CBSE വിദ്യാഭ്യാസത്തിൽ 7ാം ക്ലാസ്സിൽ നിന്ന് 8ലേക്കുള്ള ഒരു സ്വിച്ച് ഓവർ എന്ന് പറയുന്ന ഇറ്റ്സ് റിയലി എ വെരി ഇമ്പോർട്ടൻറ്റ് ടൈം. കാരണം ആ ഒരു പ്രൈമറി ലെവലിൽ നമ്മൾ CBSEയുടെ അവരുടെ ആ ഡിവിഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 8, 9, 10 എന്ന് പറയുന്നത് സെക്കൻഡറി കാറ്റഗറിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിലേക്കൊരു സ്വിച്ച് ഓവറാണ് 7ാം ക്ലാസ്സിൽ നിന്ന് 8ലേക്ക്. നിങ്ങൾക്കറിയാം നമ്മളുടെ സ്കൂളിൽ ഈ വർഷം ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നമുക്ക് കിട്ടിയ ഒരു വർഷമാണ്. ഈ മക്കൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് നമുക്ക് സാധ്യമായ ഒരു വർഷം കൂടിയാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിന് വലിയൊരു ബഹുമതി ഇന്ന് നമുക്ക് കിട്ടേണ്ടായി. നമുക്കറിയാം നമ്മളുടെ അഡൽട്ട് ടിങ്കറിംഗ് ലാബ് ATL, നീതി ആയോഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു മിഷൻ പ്രോജക്റ്റ് ആയിട്ടുള്ള ATL ലാബ് നമ്മളുടെ സ്കൂളിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാസാമാസങ്ങളിൽ എല്ലാ മാസവും നമ്മൾ ATLുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ കുട്ടികളെ അവരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് പ്രകടിപ്പിച്ചുകൊണ്ട് ആക്ടിവിറ്റീസ് നമ്മൾ സബ്മിറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ നവംബർ മാസത്തിൽ നമ്മളുടെ കുട്ടികൾ ഏറ്റവും മികച്ച കുറേ പ്രോജക്ട്സ് നമ്മൾ ഈ അഡൽട്ട് ടിങ്കറിംഗ് ലാബിൻ്റെ എന്താ പറയുക സ്റ്റേറ്റ് ലെവൽ കഴിഞ്ഞുകൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തുണ്ടായി. ഇന്നലെ വൈകുന്നേരം നമുക്ക് ഒരു മെസ്സേജ് വന്നു നമ്മളുടെ നീതി ആയോഗിൽ നിന്ന്, ATL മിഷനിൽ നിന്ന് നമ്മളുടെ സ്കൂള് ഈ കഴിഞ്ഞ നവംബർ മാസത്തെ ATL ബെസ്റ്റ് സ്കൂളായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത്. അതുകൊണ്ട് MES സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ എല്ലാ അർത്ഥത്തിലുള്ള ഡെവലപ്മെൻറ്റാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അവരെ കലാപരമായ കഴിവാവട്ടെ, കായികപരമായ കഴിവാവട്ടെ, അത്ലറ്റിക് സംബന്ധമായ കഴിവാവട്ടെ, സ്പോർട്സിലുള്ള മികവാകട്ടെ, എല്ലാ അർത്ഥത്തിലും കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു, ഇപ്പം പ്രിൻസിപ്പാൾ സൂചിപ്പിച്ചു, നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്ന വെൽക്കം സോങ്,
അതുപോലെ വെൽക്കം സ്പീച്ച്, എത്ര മനോഹരമായിട്ടാണ് ആ വെൽക്കം സോങ് ഒക്കെ നമ്മളെ കുട്ടികൾ അവതരിപ്പിച്ചത്. അതെല്ലാം ഉപരി ഒരു 7ാം ക്ലാസ്സിലുള്ളൊരു കുട്ടി സംസാരിക്കുന്ന രീതിയിലാണോ ആ കുട്ടിയുടെ വെൽക്കം സ്പീച്ച് നടത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ കഴിവുകൾ കണ്ടെത്തി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്കറിയാം. കേരളത്തിൽ തന്നെ വളരെ റയറസ്റ്റായ സ്കൂളുകളിൽ കാണപ്പെടുന്ന സംവിധാനങ്ങളൊക്കെ നമ്മളെ സ്കൂളുകളിലുണ്ട്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് കിട്ടിയ ATL ലാബിന് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സ്ഥാപനമായി നവംബർ മാസത്തേക്ക് നമ്മളെ സ്ഥാപനത്തെയാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്രസംഗിക്കാനുള്ള കഴിവുകൾ കണ്ടെത്താനുള്ള സംവിധാനം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട എല്ലാ അർത്ഥത്തിലുമുള്ള പരിപാടികളാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരൈറ്റാണ് കുട്ടികളെ കുക്കറി കപ്പാസിറ്റി, പാചകത്തിനുള്ള കഴിവുകൾ, ആർട്ട് സംബന്ധമായ കഴിവുകൾ, ക്രാഫ്റ്റ് സംബന്ധമായ കഴിവുകൾ, ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ കുട്ടികളെ കണ്ടെത്തി അത് പ്രദർശിപ്പിക്കാനും അതും പബ്ലിക്കിനെ അറിയിക്കാനും പാരൻസിൻ്റെ മുന്നിൽ അവർക്കൊരു റെക്കഗ്നൈസേഷൻ ടീച്ചേഴ്സിന് മുന്നിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നത്. നിങ്ങൾക്കറിയാം CBSE എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം. CBSE ഇപ്പോൾ പ്രിൻസിപ്പാൾ സൂചിപ്പിച്ച കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷത്തൊക്കെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പരിശോധിച്ച ഫസ്റ്റ് 5,000 റാങ്കിൽ ഏകദേശം 4200ഓളം റാങ്കുകാരൊക്കെ CBSE മോഡിൽ പഠിച്ച കുട്ടികൾ. അപ്പോൾ നിങ്ങൾ ആ ഡിഫറൻസ് ആലോചിച്ച് നോക്കും. എത്രയോ കുറച്ച് കുട്ടികളെ എല്ലാ സംസ്ഥാനത്തെ കുട്ടികൾ കൂടാതെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡിൽ പഠിക്കുന്ന കുട്ടികൾ കൂടാതെ CBSEയിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 20% റേഞ്ചൊക്കെ വരുള്ളൂ. ആ കുട്ടികളാണ് ഫസ്റ്റ് റാങ്കുകൾ 5000 റാങ്കുകളിൽ ഈ പറയുന്ന 4000 സംതിങ് റാങ്ക് വരെ CBSE മോഡിൽ പഠിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമ്മൾ പറയാതെ തന്നെ നമ്മളെല്ലാവരും ദിനംപ്രതി ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സും സാധ്യതകളും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ഡിഗ്രി ലെവലിൽ ഒരു അഡ്മിഷൻ കിട്ടി PG ലെവലിൽ അഡ്മിഷൻ കണ്ടെത്തണമെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള മൊത്തത്തിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലുള്ള മൊത്തം അപേക്ഷകരിൽ നിന്നാണ് നമ്മൾ ആ കുട്ടികളെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവർക്കൊക്കെ നല്ലൊരു ഉത്തരവാദിത്തമാണ്. കേരളത്തിലെ നമ്മുടെ നാട്ടിലെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ വർഷം മുതൽ ഡിഗ്രി ലെവലിൽ 3 വർഷം മുതൽ 4 വർഷമാക്കി. നമ്മുടെ സ്ഥാപനത്തിന് ഇന്ത്യയിലെ നീതി ആയോഗിൻ്റെ ഉന്നത ബഹുമതിയായ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ എന്ന അവാർഡ് കരസ്ഥമാക്കിയ അതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. അതിന് പ്രവർത്തിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് തിരൂർ MES സെൻട്രൽ സ്കൂൾ. ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അവരുടെ HM അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ തന്നെ കുട്ടികൾ വളരെയധികം ഉത്സാഹത്തോടു കൂടി അത് ഏറ്റെടുക്കുകയുണ്ടായി. വളരെ ഭംഗിയായിട്ട് അവരുടെ ക്ലാസ് റൂമുകളിലൊക്കെ അവർ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ടീച്ചേഴ്സിൻ്റെയും അപ്പോൾ സാറ് പറഞ്ഞ പോലെ ടീച്ചേഴ്സും അതിലൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ തന്നെ എടുത്തിട്ടുണ്ട്. അവിടെയുള്ള 5 ക്ലാസ് റൂമിലും ഞങ്ങളുടേതായിരിക്കണം മികച്ചതെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് അവരും പരിശ്രമിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളുടേതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കണ്ടു ഫുഡ് ഫെസ്റ്റിനെ പറ്റിയൊക്കെ പറയുമ്പോൾ 1-2 ഉമ്മമാരൊക്കെ അവിടെ ഇരുന്ന് മദേഴ്സ് അവിടെ ഇരുന്ന് ഒരു സ്മൈലിംഗ് ഫേസ് ചെയ്യാൻ കണ്ടു. കാരണം എനിക്കറിയാം അവർക്കാണ് ആ ബുദ്ധിമുട്ട് മുഴുവൻ കൊടുത്തിട്ടുള്ളത്. അതാണ് അവരത് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടികളത് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത് അവരുടെ ഉമ്മമാരോ അല്ലെങ്കിൽ ഉപ്പമാരോ ഒക്കെയാണ്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പലരെയും തന്നെ അവര് നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തിയിട്ടുള്ളതാണ്. അവർക്കൊക്കെ പല ജോലികളും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും മക്കളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് കാണാനും അതിന് വരണമെന്നുള്ള താല്പര്യം കാണിക്കുന്ന രക്ഷിതാക്കള് അത് തികച്ചും അഭിനന്ദനം അർഹിക്കുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിച്ച് ഇവിടെ വന്നിരിക്കുന്നത്, ഇപ്പൊ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കുട്ടികളെ വെറും പുസ്തക പുഴുക്കളാക്കി മാറ്റുക മാത്രം എന്നല്ല ഒരു സ്കൂളിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം മൾട്ടി ടാലന്റഡ് മൾട്ടി ടാസ്കിന് കഴിവുള്ള കുട്ടികളാണ് വിജയിച്ചു വരിക. വെറും പുസ്തകം വായിച്ച് അതിന്റെ ഒരു ആൻസർ എഴുതുന്ന രീതി CBSE അത് ഓൾറെഡി മാറിക്കഴിഞ്ഞു. അത് പ്രിൻസിപ്പൽ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. Teachers, parents and all my dear friends, I'm here to express the gratitude we have to everyone who made this event memorable. 7 is not the ending of anything. It is a reminder to all of us to take strength and get motivated to move on higher learning. Let me thank each one of you
We are thankful to our school management for providing us a wonderful opportunity to express ourselves. We thank our principal, vice principal and all other teachers for guiding us to greater heights. We are also thankful to all teaching and non-teaching staffs who gave us care and love. We are truly touched by the number of parents who joined us today. Finally, thank you to all wonderful talented students of 7th Standard. Thank you everyone. നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നില്ല, ആദ്യത്തെ പോലെയൊന്നും നമ്മളോട് ഓപ്പണായിട്ട് പറയുന്നില്ല. ആദ്യം സ്കൂളിൽ വിട്ട് വന്ന എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. ഇതൊക്കെ ഇപ്പോഴും പറയുന്ന കുട്ടികൾ ഉണ്ടാവും കേട്ടോ, ജനറലിയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇനി കമ്മിങ് ഇയേഴ്സിൽ, ഇനി കമ്മിങ് 8th or 9th ആവുമ്പോൾ കുട്ടികളിൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ കാണാം. പിന്നെ അവർ ഇൻഡിപെൻഡൻസ് സീക്ക് ചെയ്യും. നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് തന്നെ എല്ലാം അറിയാം, ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്നുള്ളൊരു ബിഹേവിയർ അവർ കാണിക്കും. അപ്പം നമ്മൾ എത്രത്തോളം അവരെ ഇൻ്റർഫിയർ ചെയ്യുന്നോ അത്രത്തോളം അവർക്ക് ആദ്യം പറഞ്ഞ ഇറിറ്റബിലിറ്റി ഉണ്ടാവും. ഇതൊക്കെ യൂഷ്വൽ തിങ് ആണ്. പിന്നെയോ ഈ ഉമ്മാനോട് അല്ലെങ്കിൽ പാരൻസിനോട് അകലുന്നതിൻ്റെ അതേ സമയം അവരുടെ പ്യുവർ ഗ്രൂപ്പിനോട് അടുക്കും. അല്ലാണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ആയി എന്നുള്ളത്, ഫ്രണ്ട്സാണ് അവരുടെ മെയിൻ ലൈഫ് എന്നുള്ള രീതിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങൾ +1, +2, 7th ഓൺവേർഡ്സ് തുടങ്ങിയാൽ +1, +2 കഴിയുന്നത് വരേക്കും നിങ്ങൾക്ക് ഈ പാറ്റേൺ കാണാൻ പറ്റും. അപ്പോൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പാരൻസിൽ നിന്ന് അകലുകയും ഫ്രണ്ട്സിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും. അവിടെയൊക്കെ നമുക്ക് കൺസേൺ വരികയാണ്. കാരണം ഞാൻ പറയുന്നതല്ല കുട്ടി കേൾക്കുന്നത്, അവന് ചെയ്യുന്നത് എന്തായാലും അവൻ്റെ ഗ്രൂപ്പ് ചെയ്യുന്നത് എന്താണ്, അവളുടെ ചാറ്റിങ്ങിലൂടെ അവളെന്ത് കേൾക്കുന്നോ അതൊക്കെയാണ് അവൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ള ഒരു തോന്നൽ, ഒരാദി നമ്മളിലും വരും. ഇതൊക്കെ നോർമൽ പാറ്റേൺ ആണ്. പിന്നെയോ ഹൈ ആൻഡ് ലോ മൂഡ് സ്വിങ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പ്രതീക്ഷിക്കാം. ചിലപ്പം ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ലോ ആയിട്ട് കാണിക്കും, എപ്പോഴും കിടത്തം, അല്ലെങ്കിൽ പറഞ്ഞാൽ എല്ലാം മടി വരിക, ഉറക്കം തൂങ്ങുക, പിന്നെ ഒരു ടൈം ടേബിൾ പോലും എടുത്തു വെക്കുക, അതൊക്കെ കിടന്നുറങ്ങുക. നമ്മൾ കുറേ പാറ്റേൺ ഒരു ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊന്നും താല്പര്യമില്ല. ചില സമയത്ത് ലോ ആവും, ചില സമയത്ത് ഭയങ്കര ഉഷാറല്ല എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ലോ ആൻഡ് ഹൈ മൂഡ്സ് ഇങ്ങനെ എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പോൾ ഒക്കെ നമ്മൾ ഈ ലോ വരുമ്പോഴത്തേക്കും പാരൻസ്, മദേഴ്സ് എസ്പെഷ്യലി എന്ത് ചെയ്യും, ഭയങ്കര കൺസേൺഡ് ആവും. ഭയങ്കര കൺസേൺഡ് ആയിട്ട് എന്തൊക്കെയോ പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ഇവളെന്തോ നോർമൽ അല്ലാതെ പെരുമാറുന്നുണ്ട്, ഇവൾക്ക് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, ഇവളെന്തോ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരുപാട് കൺസേൺസ് നമുക്ക് അനാവശ്യമായിട്ട് ഉണ്ടാവും. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് മൂഡ് സ്വിങ്സ് ഇസ് ബൗണ്ട് ടു ഹാപ്പൻ ഇൻ ദിസ് ഏജ്. പിന്നെ ഒരു വലിയൊരു ഗുഡായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ദേ സ്റ്റാർട്ട്സ് ടു തിങ്ക് ഇൻ അതേഴ്സ് പെർസ്പെക്റ്റീവ്സ്. ഈ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബെസ്റ്റ് ഏജ്. നമുക്കൊക്കെ ആലോചിച്ചാൽ അറിയാം, നമ്മളുടെയും പ്രായത്തിൽ ഇങ്ങനെയായിരുന്നു. എന്ത് കേട്ടാലും ആരെന്ത് പറയുകയാണെങ്കിലും അത്രയും കാലം ഞാൻ എന്താണ്, എൻ്റെ സ്വഭാവം എന്താ, അതിനനുസരിച്ച് എന്നുള്ളതായിരുന്നു. പക്ഷെ കുറച്ച് ഈ ഒരു ഏജിലേക്ക് കടക്കുന്നതോടുകൂടി അതേഴ്സ് പെർസ്പെക്റ്റീവ് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് സാധിക്കും. ഉമ്മ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് കുറച്ചെങ്കിലും ചിന്തിക്കാൻ തുടങ്ങും. ടീച്ചേഴ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് കുറച്ചെങ്കിലും ചിന്തിക്കാൻ തുടങ്ങും. അതായത് അണ്ടർ കൺട്രോൾ ആക്കാൻ വേണ്ടി എന്നെ പറയല്ല, ഈ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്നും കൂടി ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടായി തുടങ്ങും. ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഈ ഏജിൽ നടക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ്. വിച്ച് പ്രോബ്ലം നമ്മളുടെ എന്തെങ്കിലും ഇമോഷണാലിറ്റി കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഗുഡ് സംഭവത്തിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വീഴ്ച പറ്റാറുണ്ട് പാരൻസിന്. ഓക്കെ. മീഡിയ ന്യൂസ് തിരൂർ.